കാരണം ഒരു മനുഷ്യൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അവൻ്റെ ശക്തിയാണ്. ചിന്ത എങ്ങോട്ട് പോകുന്നു അവിടെ നമ്മളുടെ ശക്തി പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ചിന്തയും ശ്വാസവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. യോഗ ചെയ്യുമ്പോൾ എന്താ നമ്മളെ ചിന്ത, നമ്മളെ ശ്വാസവുമായി ബന്ധപ്പെട്ടാണ് യോഗയുടെ എല്ലാ ആസനങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ബോഡി ബിൽഡപ്പ് ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു, നീന്തുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസവും ചിന്തയും തമ്മിൽ കണക്റ്റഡ് ആവണമെന്നില്ല. കാരണം ചിന്ത പലതായിരിക്കും ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോഗയുടെ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ ശ്വാസവും നമ്മുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ചിന്ത മുഴുവനും ആ വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടി അവരുടെ ചിന്ത ഉപയോഗിക്കുന്നു. പിന്നെ നമ്മളെ ചിന്തയുടെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു വ്യക്തിയുടെ ചിന്ത മുഴുവനും ആ വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ യോഗ ചെയ്യുമ്പോൾ അത്രമാത്രം സമയം ആ വ്യക്തിയുടെ മറ്റ് പല ആകുല വ്യാകുല ചിന്തകളിൽ നിന്നൊക്കെ പടർന്നു കിടക്കുന്ന ചിന്തകൾ, നമ്മുടെ ചിന്തകളുണ്ടല്ലോ, അത് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ വ്യക്തി നമ്മളിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചു വരുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അത് നമ്മൾ ശാരീരികമായി മാനസികമായിട്ട് ഫിറ്റാവാനും അത് വെച്ചിട്ട് നമുക്ക് മാനസിക ആരോഗ്യം ഉണ്ടാവാനൊക്കെ ഉപകരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൽ നമ്മൾ സംബന്ധിച്ചോളം ഇതിൽ കാണുന്നൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സിന് സന്തോഷം കിട്ടാനായിട്ട് ചില ആൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, മദ്യം കഴിക്കുന്നുണ്ട്, പല പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിന് സുഖം കിട്ടാനായിട്ട്. അപ്പോൾ യോഗ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ 100% യോഗയിലെ ആസനങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ഏകാഗ്രമാവുകയും അവരുടെ മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുകയും മാനസികമായ ഒരു പ്രത്യേക ഒരു ഉണർവും ശക്തി ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വളരെയധികം ശരീരത്തിനും മനസ്സിനും എല്ലാം ഗുണകരമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതാണ് ഈ ദിവസത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ സാധാരണ ഇങ്ങനെ യോഗ അങ്ങനെ കണ്ടമാനം ചെയ്യുന്ന ആളല്ല. പിന്നെ എന്തെങ്കിലും മറ്റേ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് തുടക്ക സമയത്തൊന്ന് ശ്വാസത്തിൻ്റെ ഗതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു സൂര്യ നമസ്കാരം പോലെയുള്ളൊരു ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യും മാത്രം. അത്രമാത്രമാണ് നമുക്ക് ഇതുള്ളൂ. പിന്നെ എൻ്റെ ടേസ്റ്റ് അധികം യോഗയായിട്ട് ബന്ധപ്പെട്ടല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ തിയറി എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മളത് ജസ്റ്റ് ഒന്ന് ചെയ്യുമെന്ന് മാത്രം. ഓക്കെ, ഇങ്ങനെ ഒരു ചെറുതായിട്ട് യോഗ പോലെ ചെയ്യുന്നത് മാത്രം. എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നീന്തുന്നതിൻ്റെയൊക്കെ മുന്നേ ബോഡി ഒന്ന് വഴക്കാക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രം. അതിൻ്റെ ഒരു ഇത് മാത്രം കാണിക്കുന്നത്. പ്രായമായ ആളല്ലേ, നമ്മൾ വല്ലാണ്ട് അഭ്യാസം ഒന്നും കാണിക്കാൻ പറ്റില്ല, ഒരു ചെറിയൊരു അഭ്യാസം. സൂര്യ നമസ്കാരം പോലെ തന്നെ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഈ യോഗ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ജോൺസൺ ചേട്ടൻ്റെ ജലശയനം നിങ്ങൾക്കൊന്ന് കാണാം. ഉണ്ട് കേട്ടോ ബൈ. മതിയാ.